ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് കൊളസ്ട്രോളിന് കൺട്രോൾ ചെയ്യുന്ന ഏത് കൊളസ്ട്രോൾ ആണെന്നുള്ളത്. അതായത് LDL, ലോ ഡെൻസിറ്റി ലൈവോ പ്രോട്ടീൻ, നമ്മൾ പറയും ചീത്ത കൊളസ്ട്രോൾ, അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്, അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ. ഇതിൽ ഏത് കുറച്ചാലാണ് നമുക്ക് കാർഡിയാക് റിസ്ക് കുറയുന്നത്, ഏതാണ് കുറയ്ക്കേണ്ടതിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ പാലാ. പലപ്പോഴും നമുക്കറിയാം സ്റ്റഡീസ് കൂടുതലായിട്ട് നടന്നിട്ടുള്ളത് ചീത്ത കൊളസ്ട്രോളിനെ പറ്റിയാണ്. അതായത് LDL കൊളസ്ട്രോൾ. LDL കൊളസ്ട്രോൾ ആണ് കൂടുതലായിട്ട് നമ്മൾ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാക്കുന്ന, ഹാർട്ടിന് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വെസ്റ്റേൺ, ഇപ്പോൾ സ്റ്റഡീസൊക്കെ കൂടുതലായിട്ട് നടന്നേക്കുന്ന വെസ്റ്റേൺ, യൂറോപ്യൻ അങ്ങനെയുള്ള വെളി രാജ്യങ്ങളിലാണ്. നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ട് പഠനങ്ങൾ LDLനെ പറ്റി നടന്നിട്ടുണ്ട്. എന്നാലും ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാർക്കുള്ള കൊളസ്ട്രോൾ ഞാൻ ട്രൈഗ്ലിസറൈഡ് കൂടുതലായിരിക്കും. നമ്മൾ തിൻ ഫാറ്റിൻ്റെ എന്ന് പറയുന്നത്, അതായത് സൗത്ത് ഏഷ്യൻ പോപ്പുലേഷൻ കൂടുതലായിട്ട് നമുക്ക് വിസറ അഡിപ്പോസ്, നമ്മുടെ വയറിന് ചുറ്റുമാണ് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പോൾ രക്തക്കുഴലും കൊളസ്ട്രോൾ ഉണ്ട്, എന്നിരുന്നാൽ പോലും ഈ വിസറൽ അഡിപ്പോസിറ്റി, അതായത് വയറിന് ചുറ്റും, ഇൻറ്റേർണൽ ഓർഗൻ ചുറ്റുമുള്ള ഈ ഫാറ്റാണ് നമുക്ക് കൂടുതലായിട്ട് കാർഡിയാക് റിസ്ക് കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് ട്രൈഗ്ലിസറൈഡ് ആയിരിക്കും കൂടുക. നമ്മുടെ ട്രൈഗ്ലിസറൈഡ് കൂടിയിട്ട് HDL, നല്ല കൊളസ്ട്രോൾ കുറയും. അപ്പം കൂടുതലായിട്ട് പഠനങ്ങൾ നടന്നിരിക്കുന്ന ചീത്ത കൊളസ്ട്രോൾ LDL കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോൾ HDLയും തമ്മിലാണ്. ആ ഒരു റേഷ്യോ, അതായത് LDL കൊളസ്ട്രോൾ ബൈ HDL കൊളസ്ട്രോൾ റേഷ്യോ ലെസ് ദാൻ 1.5 ആണെങ്കിൽ നമുക്ക് കാർഡിയാക് റിസ്ക് കുറയുന്നതായിട്ട് പറയുന്നുണ്ട്. അതേസമയം നമ്മൾ ട്രൈഗ്ലിസറൈഡ് ബൈ HDL കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് HDL റേഷ്യോ മോർ ദാൻ 3.5 എന്ന കാർഡിയാക് റിസ്ക് കൂടുന്നതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ, അതായത് ഇന്ത്യയിലെ പഠനങ്ങൾ, അപ്പോൾ നമ്മൾ താമസിക്കുന്ന നമ്മുടെ ആൾക്കാർ വേണ്ട ഗൈഡ് ലൈൻസ് എപ്പോഴും നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ളതായിരിക്കണം. അപ്പം വെസ്റ്റേൺ ഗൈഡ് ലൈൻസ് വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. അപ്പം നമ്മുടെ ഉള്ള പഠനങ്ങൾ വെച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് ട്രൈഗ്ലിസറൈഡ് കുറച്ചാലേ നമുക്ക് കാർഡിയാക് റിസ്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ മനസ്സിലായി. അപ്പോൾ അതിന് പറ്റിയ മരുന്നുകളുണ്ട്. ട്രൈഗ്ലിസറൈഡ് നമ്മൾ സാധാരണ പണ്ട് മുതൽ നമ്മൾ കൊടുത്തു തുടങ്ങുന്ന ഫിനോഫൈബ്രേറ്റ് എന്ന് പറഞ്ഞ മോളിക്കൂളാണ്. ഫിനോഫൈബ്രേറ്റ് കുറയ്ക്കുമ്പോൾ ട്രൈഗ്ലിസറൈഡ് കുറയും. ഇപ്പം നമുക്ക് സാരോഗ്ലിറ്റസാർ എന്ന് പറഞ്ഞ മോളിക്കൂളുണ്ട്, ഡിപ്പാഗ്ലിൻ എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡിൽ വരുന്നുണ്ട്. അതിന് വിലയുണ്ട്, കോസ്റ്റ് ഉണ്ട്, 30 രൂപ 35 രൂപ വിലയുണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ് നന്നായിട്ട് കുറയും, HDL നന്നായിട്ട് കുറയും, നല്ല കൊളസ്ട്രോൾ നന്നായിട്ട് കൂടും. അങ്ങനെ കാർഡിയാക് റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ വെസ്റ്റേൺ സ്റ്റഡീസ് മുഴുവൻ നമ്മൾ കാണുന്ന LDL കൊളസ്ട്രോൾ ആണ് കൂടുതലായിട്ട് കൊറോണറി അറ്റാക്കുകൾ, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാക്കുന്നതിനെ പറ്റി. അപ്പോൾ LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നുകളാണ്. അതാണ് നമ്മൾ സാധാരണയായിട്ട് കഴിക്കുന്നത്, അറ്റോവാസ്റ്റാറ്റിൻ അല്ലെങ്കിൽ റോസുവാസ്റ്റാറ്റിനൊക്കെ. അത് 5 മില്ലിഗ്രാം ഉണ്ട്, 10 മില്ലിഗ്രാം ഉണ്ട്, 20 മില്ലിഗ്രാം ഉണ്ട്, 40 മില്ലിഗ്രാം വരെയുണ്ട്. സാധാരണ നമ്മൾ കൊടുക്കുന്ന ഒരു അറ്റാക്ക് വന്ന പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ 40 മില്ലിഗ്രാം ഒരു വർഷത്തേനൊക്കെ കൊടുക്കും. അത് കഴിയുമ്പോൾ 1 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഡോസ് കുറയ്ക്കും. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞുള്ള പേഷ്യൻ്റാണ് ചിലപ്പം 20 മില്ലിഗ്രാമിലേക്ക് പോകും. പിന്നെ നമ്മൾ കിഡ്നി ഫംഗ്ഷനൊക്കെ നോക്കും, ലിവർ ഫംഗ്ഷനൊക്കെ നോക്കി ഡോസ് ടൈറ്ററേറ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ 1-2 ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. ബൈപ്പാസ് കഴിഞ്ഞവരാണെങ്കിൽ 40 മില്ലിഗ്രാം വൈകുന്നേരം കഴിക്കാൻ പറയും. അറ്റോവാസ്റ്റാറ്റിൻ അല്ലെങ്കിൽ റോസുവാസ്റ്റാറ്റിൻ ആണെങ്കിൽ 20 മില്ലിഗ്രാം. അറ്റോവാസ്റ്റാറ്റിൻ 40 മില്ലിഗ്രാം ഇക്വലന്റ് ഡോസ് ആണ്, റോസുവാസ്റ്റാറ്റിൻ 20 മില്ലിഗ്രാം. പിന്നെ പുതിയ മരുന്നുകളുണ്ട്, PCSK9 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. അത് നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഒത്തിരി LDL കൊളസ്ട്രോൾ ഉണ്ട്, നമുക്ക് പെട്ടെന്ന് കുറയ്ക്കണം, കാർഡിയാക് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ വെരി ഹൈ റിസ്ക് ഉള്ളവരുണ്ട്, ചെറിയ റിസ്ക് ഉള്ളവരുണ്ട്. നമ്മൾ LDL കൊളസ്ട്രോൾ, അതായത് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് എത്രത്തോളം കുറയ്ക്കണം എന്നതിനെപ്പറ്റി പലരും ചോദിക്കാറുണ്ട്. നമ്മൾ സാധാരണ ആൾക്കാരാണെങ്കിൽ നമുക്ക് 100 മില്ലിഗ്രാമിൽ താത്തി നിർത്തണം. അവർ കാർഡിയാക് റിസ്കില്ല, അറ്റാക്കില്ല, കുടുംബപരമായിട്ട് അറ്റാക്കില്ല. അറ്റാക്ക് വന്നവരാണെങ്കിൽ അതൊരു 70 അല്ലെങ്കിൽ 60 മില്ലിഗ്രാം പെർ ഡെസിലിലേക്ക് താക്കണം. ആ വെരി ഹൈ റിസ്ക്, അതിനേക്കാൾ റിസ്ക് ഉള്ളവരാണ് നമ്മളൊരു 40 മില്ലിഗ്രാം പെർ ഡെസിലിലേക്ക് LDL കൊളസ്ട്രോൾ കുറയ്ക്കണം. അപ്പം അങ്ങനെ കുറയ്ക്കുന്ന പോലെ നമുക്ക് ഫർദർ അറ്റാക്ക് വരാതിരിക്കാനും, നമുക്ക് അറ്റാക്ക് വന്നവർക്കാണെങ്കിൽ നല്ല രീതിയിൽ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും പറ്റും. എന്നിരുന്നാൽ പോലും കൊളസ്ട്രോൾ മരുന്ന് കഴിക്കണം. നമ്മൾ LDL കൊളസ്ട്രോൾ 100 താന്നു, എനിക്ക് 60 താന്നു എന്ന് പറഞ്ഞ് നമ്മൾ കൊളസ്ട്രോൾ മരുന്ന് നിർത്താൻ പറ്റിയില്ല. പ്രത്യേകിച്ച് കാർഡിയാക് റിസ്ക് ഉണ്ട്, ഡയബറ്റിസ് ഉണ്ട്, കുടുംബപരമായിട്ട് അറ്റാക്ക് ഉണ്ട്, നമുക്ക് നെഞ്ചുവേദന വന്നിട്ടുണ്ടെങ്കിൽ ഈ കൊളസ്ട്രോളിൻ്റെ മരുന്ന് നമ്മൾ ലൈഫ് ലോങ് നമ്മൾ കഴിച്ചേ പറ്റൂ. കൊളസ്ട്രോൾ നോർമലാണ് കിടന്നത്, എപ്പം നിർത്തുന്ന അപ്പം കൂടും. അപ്പോൾ ഈ പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് ചീത്ത കൊളസ്ട്രോൾ ആണ് കൂടുതലായിട്ട് നമുക്ക് പ്രശ്നക്കാരന്, കൂടുതലായിട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ത്യൻ പോപ്പുലേഷൻ നമ്മൾ പലപ്പോഴും നോക്കുമ്പം ടോട്ടൽ കൊളസ്ട്രോളും LDL കൊളസ്ട്രോളും നോർമലായിരിക്കും. പക്ഷേ ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കും, HDL നല്ല കൊളസ്ട്രോൾ കുറവായിരിക്കും. ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിനാണ് നമ്മൾ ഫിനോഫൈബ്രേറ്റ് അല്ലെങ്കിൽ സാരോഗ്ലിറ്റസാർ എന്ന് പറഞ്ഞ മോളിക്കൂൾ കൊടുക്കാറ്. അത് കഴിച്ച് നമ്മൾ കുറയ്ക്കും. എന്നിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ട്രൈഗ്ലിസറൈഡ് 300, 500, 1000 ഒക്കെ ആയിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല,
ആവശ്യമില്ല. ചീത്ത കൊളസ്ട്രോൾ കമ്പയർ ചെയ്യുമ്പോൾ അത്ര റിസ്ക് ഇല്ല. എന്നിരുന്നാൽ പോലും ഇത് കുറയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ഫ്ലോയ്ക്ക് തടസ്സം വരാനും നമുക്ക് ബ്ലോക്ക് വരാനും സാധ്യത കൂടും. ഇപ്പോൾ ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കേണ്ട ആവശ്യമാണ്, നല്ല കൊളസ്ട്രോൾ കൂട്ടേണ്ട ആവശ്യമാണ്, കൂടാതെ ചീത്ത കൊളസ്ട്രോളും കുറയ്ക്കണം. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കാർഡിയാക് റിസ്ക് കുറയ്ക്കാനും ഹാർട്ട് അറ്റാക്ക് നമുക്ക് തടയാനും സാധിക്കും. താങ്ക് യു.